വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ കൈയടക്കി അന്താരാഷ്ട്ര മര്യാദകളൊക്കെ കാറ്റിൽ പറത്തുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സിലെ ആദ്യ വിശകലനം. ഈ വാർത്ത എഴുതുമ്പോഴും അനിശ്ചിതത്വത്തിലുള്ള ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ചാണ് രണ്ടാമത് സംസാരിക്കുന്നത്. അവസാനമായി നൈജീരിയയിലെ വവ്വാൽ സംരക്ഷണത്തെക്കുറിച്ചും. ഒഴിഞ്ഞുപോയ കുടിയേറ്റ സ്ഥലങ്ങൾ പുനഃസ്ഥാപിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് സയനിസ്റ്റ് നേതാക്കൾ. ഫലസ്തീൻ ഗ്രാമമായ സെനൂറിൽ 20 കൊല്ലത്തിന് ശേഷം ഒരു കുടിയേറ്റ കേന്ദ്രം പുനഃസ്ഥാപിച്ച് തങ്ങളുടെ ആധിപത്യം ഇസ്രായേൽ ആക്കം കൂട്ടുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഈ കുടിയേറ്റ കേന്ദ്രം പുനഃസ്ഥാപിച്ചതിൽ ആഹ്ലാദിക്കുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലുള്ളത് ഇസ്രായേലിന്റെ യുദ്ധകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും സാമ്പത്തിക കാര്യമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും അടക്കമുള്ളവരാണ്. ഗസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്ന സമയത്ത് ഈ കുടിയേറ്റ കേന്ദ്രം ഒഴിവാക്കിയതായിരുന്നു. 2005-ലായിരുന്നു ആ പിന്മാറ്റം. ഇപ്പോൾ പുതിയ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ സ്മോട്രിച്ച് അഭിപ്രായപ്പെടുന്നത് ഈ ദിവസം പാപപങ്കിലമായ ഒരു പുറത്താക്കലിന്റെ ചരിത്രപരമായ തിരുത്തലിന്റെ ദിവസമായും ദേശീയ അവധി ദിവസമായുമാണ്. ഇസ്രായേലിന് ഒരു സുരക്ഷാ ബെൽറ്റ് എന്ന തരത്തിൽ ഇത്തരം പുനഃസ്ഥാപനങ്ങൾ ഇനിയും നടക്കുമെന്നാണ് ഇവർ നൽകുന്ന സൂചന. നിലവിൽ മറ്റു 3 കേന്ദ്രങ്ങൾ കൂടി പുനർനിർമ്മിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടത്രേ. ഗൊലാൻ കുന്നുകളിലും ഇത്തരത്തിൽ കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള പദ്ധതി ഇസ്രായേലിനുണ്ട്. 33 കോടി രൂപ ചെലവിലുള്ള ഒരു പഞ്ചവത്സര പദ്ധതി തന്നെ ഇതിനായി ഇസ്രായേൽ തയ്യാറാക്കിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 3000 കുടുംബത്തെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അത്രേ. അതായത് 2026 മുതൽ 30 വരെയുള്ള കാലയളവിലാണ് ഈ പദ്ധതി നടപ്പിലാവുക അത്രേ. സ്മോട്രിച്ച് തന്നെയാണ് ഇക്കാര്യം എക്സിലൂടെ വെളിപ്പെടുത്തിയത്. 2023 ശേഷം ഇത്തരം പുതിയ കുടിയേറ്റങ്ങൾ കൂടി വരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏപ്രിൽ ആദ്യവാരത്തിൽ ഇത്തരത്തിൽ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം വർദ്ധിപ്പിക്കുന്നതിന് ഇസ്രായേൽ മന്ത്രിസഭ അനുമതി നൽകി എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്നതിനിടയിലും കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്ന പണി ഭംഗിയായി നടന്നിരുന്നു. 2023-ൽ 9 കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നിടത്ത് കഴിഞ്ഞ വർഷം അത് 54 ഉയരുന്നു. സർവകാല റെക്കോർഡായിരുന്നു അത്. അന്താരാഷ്ട്ര നിയമപ്രകാരം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റം നിയമവിരുദ്ധമാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ കുടിയേറ്റം കൂടി വരുന്നത്. ഗൊലാൻ കുന്നുകളുടെയും അവസ്ഥ ഇത് തന്നെ. സിറിയൻ പ്രദേശമായാണ് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. കുടിയേറ്റ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കുടിയേറ്റത്തിന്റെ അനന്തരഫലമായി ഫലസ്തീനികൾ ഈ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോവേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരവസ്ഥ. കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 36,000-ഓളം ഫലസ്തീനികളാണ് ഇത്തരത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടത്. ഹമാസ് നേതാക്കൾ ഈ പുനർനിർമ്മാണത്തിനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അപകടകരമായ വളർച്ച എന്നാണ് അവരുടെ പ്രതികരണം. ഇസ്രായേലിന്റെ വികസന പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്നും വെസ്റ്റ് ബാങ്കിനെയും ഫലസ്തീനെയും പൂർണ്ണമായും കൈയടക്കാനുള്ള ശ്രമമാണ് ഇതെന്നും അവർ വാദിക്കുന്നു. വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറൂസലേമിലെയും 300 നിയമവിരുദ്ധ കുടിയേറ്റ കേന്ദ്രങ്ങളിലായി 7 ലക്ഷം ഇസ്രായേലുകാർ താമസിക്കുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഫലസ്തീൻകാരാവട്ടെ ഇസ്രായേലിൽ ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ വേണ്ടത്ര നേട്ടം കൈവരിക്കാനായിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അമേരിക്കയിലും ഇസ്രായേലിലും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ഇവരുടെ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടി എന്ന തരത്തിലായിരിക്കും ഫലം വരിക എന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. നിലവിൽ ഇസ്രായേലിൽ നെതന്യാഹുവിനും തീവ്ര വലതുപക്ഷത്തിനും എതിരായാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവരുടെ പക്ഷം. സമാധാന ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് കുപ്പായം മാറ്റി പുറപ്പെടുമെന്ന അഭ്യൂഹം നിലനിൽക്കുമ്പോഴും ബഡായികൾക്ക് യാതൊരു കുറവും അദ്ദേഹം വരുത്തുന്നില്ല എന്നതാണ് സത്യം. അതിനനുസരിച്ച് തന്നെ ഇറാനിയൻ നേതൃത്വവും തിരിച്ചടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾക്ക് കൂടുതൽ സമയം അനുവദിക്കാമെന്ന് സമ്മതിക്കുമ്പോഴും ട്രംപ് ഇത്തരം ഭീഷണികളാണ് തുടരുന്നത്. പക്ഷെ ഇങ്ങനെ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹത്തിന് സ്വയം തോന്നി ചെയ്യുന്നതാണ് എന്നുമാണ് ഇറാന്റെ വാദം. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കാത്തടത്തോളം ഹോർമുസ് തുറക്കാൻ തയ്യാറല്ലെന്നും ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക എങ്ങാനും യുദ്ധം തുടങ്ങിയാൽ തിരിച്ചടിക്കാൻ തങ്ങൾ 100% തയ്യാറാണെന്നും ഇറാൻ പറയുന്നു. അമേരിക്കൻ തീരുമാനത്തെ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സമാധാനം ഉണ്ടാക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും ഇവർ പിന്തുണച്ചിട്ടുണ്ട്. അതിനിടയിൽ ലെബനാനെ പിന്തുണച്ചുകൊണ്ട് ഫ്രാൻസും ബെൽജിയവും രംഗത്തെത്തുന്നു എന്നത് ശ്രദ്ധേയമായ സംഗതിയാണ്. ഇസ്രായേലിനോട് ലെബനാനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനും ഹിസ്ബുള്ളയോട് ആക്രമണം നിർത്താനും അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രഞ്ച് ഭാഷയിലും അറബിയിലും എഴുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. പറയുന്ന കൂട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയോടെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. ലെബനാനിൽ ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്നതൊന്നും അംഗീകരിക്കാനാവില്ല എന്നാണ് ബെൽജിയത്തിന്റെ പക്ഷം. ലെബനാനും ഇസ്രായേലിനും ഇടയിൽ ഒരു ചർച്ചയ്ക്ക് അമേരിക്ക മുൻകൈയെടുക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. മാർക്ക് റൂബിയോയും 2 രാജ്യത്തെയും അമേരിക്കൻ അംബാസഡർമാരും 2 രാജ്യത്തെയും പ്രതിനിധീകരിച്ച് അമേരിക്കയിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിരിക്കും ഈ ചർച്ചയിൽ ഉണ്ടാവുക എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നേരത്തെ നടന്ന ചർച്ചയ്ക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് ലെബനാനും ഇസ്രായേലും 10 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്.
ഏപ്രിൽ 17 ലോക വവ്വാൽ സംരക്ഷണ ദിനമായിരുന്നു. നൈജീരിയയിലെ ഇറാനോ ടൻഷിക്ക് 2026 ഗോൾഡ്മാൻ പരിസ്ഥിതി സമ്മാനം ലഭിച്ചിരിക്കുന്നത് വവ്വാലുകളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ ഫലമായാണ്. നൈജീരിയക്കാരെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യത്തിന്റെ ലക്ഷണമായ ചില വവ്വാലുകളുണ്ട്. നല്ല ഭക്ഷണമാക്കാവുന്നവയുണ്ട്. കൃഷിക്കായി കാട് മുഴുവൻ തീയിടുമ്പോൾ കൂട്ടത്തോടെ ചാവുന്ന വംശനാശം സംഭവിക്കുന്ന ഇനങ്ങളുമുണ്ട്. ലോകത്ത് പലയിടത്തുമുള്ളതുപോലെ ഇവയെക്കുറിച്ച് ഒരുപാട് ഭീതിദായകമായ കഥകൾ നൈജീരിയയിലുമുണ്ട്. രാത്രി കണ്ണ് കാണാവുന്ന എല്ലാ ജീവികളെ കുറിച്ചും ഇത്തരത്തിൽ കഥകൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പ്രേതസങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇതുണ്ടാവാറ്. അതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ചിന്തയെ മാറ്റി ഇവയെല്ലാം സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിലാണ് ടൻഷി. ആളുകളെ ബോധവൽക്കരിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ വിജയിപ്പിക്കാനുള്ള അവരുടെ നിരന്തര പരിശ്രമമാണ് ഒരു അന്താരാഷ്ട്ര ജൂറിയെ കൊണ്ട് ഇവരുടെ പേര് തിരഞ്ഞെടുപ്പിച്ചത്. വവ്വാലുകളെ തേടി വർഷങ്ങളോളം ഗുഹകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് ടൻഷി. അവരുടെ പഠനം കാണിക്കുന്നത് ഏകദേശം 102ഓളം വംശത്തിൽപ്പെട്ട വവ്വാലുകൾ നൈജീരിയയിലുണ്ട് എന്നാണ്. ഇതിൽ പലതും ശാസ്ത്രലോകത്തിന് പുതിയവയുമാണ്. നന്ദി.